നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും സമൂഹത്തിൽ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായ നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും നിലനിൽക്കണമെന്നതാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കേരളക്കരയിൽ പോലും വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിച്ച് ചിലർ നടത്തുന്നു. ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അത്തരക്കാർ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന വാർത്തകൾ കൂടി നാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നാം സൂചിപ്പിച്ചതുപോലെ നമ്മളും ഇത്തരം സാഹചര്യങ്ങളിൽ അക്ഷമരും പ്രകോപിതരുമായി മാറാൻ പാടില്ല. മറിച്ച് രാജ്യത്തും സംസ്ഥാനത്തുമെല്ലാം സുസ്ഥിരമായ സൗഹൃദം നിലനിൽക്കാൻ പൊതുവായി ചില നിലപാടുകൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ നിലപാടുകൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അതായത്, ആവർത്തിച്ചുകൊണ്ടുള്ള വിദ്വേഷം അന്തരീക്ഷത്തിൽ വലിയ മലിനീകരണം സൃഷ്ടിക്കുമ്പോഴും നമുക്കാവശ്യം, നമ്മുടെ രാജ്യത്തിനാവശ്യം, നമ്മുടെ സംസ്ഥാനത്തിനാവശ്യം സുസ്ഥിരമായ സ്നേഹബന്ധങ്ങളും സൗഹൃദവും നിലനിൽക്കുക എന്നതാണ്. അതിനാവശ്യമായ പൊതുവായ ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നാം വിശദീകരിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ സ്വീകരിക്കേണ്ടുന്ന വളരെ പ്രാഥമികമായ നിലപാടെന്ന് പറയുന്നത് ക്ഷമയോടെ, അതോടൊപ്പം തഖ്വയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ജാഗ്രതയും സൂക്ഷ്മതയും. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ കാണുന്നത് ഒന്നോ രണ്ടോ ആളുകളാണ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോഴെങ്കിലും ചില സമുദായ സംഘടനകളുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരായതുകൊണ്ട് അതിനെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല. അതേസമയം അതിൻ്റെ ഒരു മറുവശം ആളുകൾ പ്രകോപിതരാവുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അതിവൈകാരികതയ്ക്ക് അടിപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അത് സംഭവിക്കാൻ പാടില്ല എന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട്. ആ ഉണർത്തലാണ് ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. തഖ്വയും സബറും കൈവിടാതെ മുന്നോട്ട് പോവുക. അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ശരീരങ്ങളിലും തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ചരിത്രത്തിന്റെ ഒരു അനിവാര്യതയാണ്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ധാരാളം കഴിഞ്ഞുപോയി. അതോടൊപ്പം തന്നെ ദുരാരോപണങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. കൃത്രിമമായ, അതല്ലെങ്കിൽ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ. പറയുന്ന ആൾക്ക് തന്നെ അറിയാം പറയുന്നത് വസ്തുതാപരമല്ലെന്ന്. പക്ഷെ ആവർത്തിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും വിശ്വസിച്ച് പോകുന്ന തരത്തിൽ ഇങ്ങനെ പറയുകയാണ്. അത്തരം വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് കൂടി ഖുർആൻ പറയാൻ. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റകൂ അദൻ കതീറാ. തീർച്ചയായും നിങ്ങൾ കേൾക്കേണ്ടി വരും. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റകൂ അദൻ കതീറാ. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നുമെല്ലാം ധാരാളം ഉപദ്രവങ്ങൾ, ദുരാരോപണങ്ങൾ, കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുമെന്ന് പറയാൻ. ഈ ഘട്ടത്തിൽ നിങ്ങളും അതേ രൂപത്തിൽ പ്രകോപിതരായി അക്ഷമരായ നിലപാട് കൈകൊള്ളുക എന്നുള്ളതല്ല വേണ്ടത്. മറിച്ച് ഖുർആൻ പറയാണ്, വയൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ, നിങ്ങൾ തഖ്വ കൈകൊള്ളുകയാണെങ്കിൽ, ക്ഷമയും തഖ്വയുമാണ് നിങ്ങളുടെ നിലപാടാവേണ്ടത്. തീർച്ചയായും അത് ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയദാർഢ്യമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതാവണം നിങ്ങളുടെ ഉറച്ച നിലപാടെന്ന് ഈ വചനത്തിൽ മാത്രമല്ല, ധാരാളം വചനങ്ങളിലൂടെ അല്ലാഹു വിശ്വാസികളെ ഉണർത്തുകയാണ്. സ്വബറിന്റെ നിലപാട് കൈകൊള്ളുക എന്നതാണ് പ്രധാനം. അത് മാത്രം പോരാ, തഖ്വയുടെ നിലപാട് കൈകൊള്ളുക എന്നതുമാണ് പ്രധാനം. ആ നിലപാട് കൈകൊള്ളുന്നവർക്കേ ഭാവിയുള്ളൂ. സ്വബറിന്റെയും തഖ്വയുടെയും നിലപാട് കൈകൊള്ളുന്നവർക്കേ ഭാവിയുള്ളൂ. അതിന് ചരിത്രം സാക്ഷിയാണ്.
നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എടുക്കുക. സ്വാതന്ത്ര്യത്തിന്റെ മുമ്പുള്ള ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ രാജ്യം ഒരുപാട് ആളുകൾ ഭരിച്ചിട്ടുണ്ട്. ഹൈന്ദവരും അതുപോലെ തന്നെ മുസ്ലിങ്ങളുമെല്ലാം ഇവിടെ ഭരിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭരണാധികാരികൾ. അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പൗരന്മാരോട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഗുണകാംക്ഷയോടെയും പെരുമാറിയ ആളുകളായിരുന്നു, ഭരണാധികാരികളായിരുന്നു, രാജാക്കന്മാരായിരുന്നു. അപൂർവം ചിലർ കഠിന സ്വഭാവക്കാരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ നമ്മൾ വിസ്മരിക്കുന്നില്ല. എന്നാലും ആ ഒരു ഭരണാധികാരികളുടെ, അവർ ഹൈന്ദവരാവട്ടെ മുസ്ലിങ്ങളാവട്ടെ, അവരുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശീതള ഛായയിലാണ് മുസ്ലിം സമൂഹവും എല്ലാ സമൂഹങ്ങളും മുന്നോട്ട് പോയത്. ക്രമേണ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ആ അവസ്ഥയിൽ സുഖസന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കെ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മുസ്ലിം സമൂഹം വിസ്മരിച്ചു പോകുന്നു. ജുമുഅ സമയത്ത് പോലും പള്ളിയിൽ കയറാൻ കൂട്ടാക്കാത്ത ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നെല്ലാം ചരിത്രകൃതികളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ആത്മീയത അങ്ങനെ ശോഷിച്ചും ദുർബലമായിക്കൊണ്ടും ഇരുന്നു. ഇതിനോടുള്ള ദൈവശിക്ഷ എന്ന നിലക്കാണ് പല പണ്ഡിതന്മാരും പോർച്ചുഗീസ് അധിനിവേശത്തെ കാണുന്നത്. അതിനെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും വിലയിരുത്തുകയല്ല, പക്ഷെ ആത്മീയമായിട്ടൊരു വിലയിരുത്തൽ ഉണ്ടല്ലോ. മുൻകഴിഞ്ഞ ഭരണാധികാരികളുടെ, സ്വാതന്ത്ര്യത്തിന്റെ മുമ്പുള്ള ഭരണാധികാരികളുടെ, അവരുടെ ആ നല്ല ഭരണത്തിന്റെ ഗുണകാംക്ഷയുടെയും സ്നേഹത്തിന്റെയുമായ ശീതള ഛായയിൽ ജീവിച്ചു പോയപ്പോ പലപ്പോഴും അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരായ ഒരു ജനത, അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കാൻ ബാധ്യസ്ഥരായ ഒരു ജനത, ആ നന്ദി പ്രകാശനത്തിന് മുതിരാതെ അള്ളാഹുവിനെ ധിക്കരിച്ചു. ജുമുഅ നമസ്കാരം പോലും പാഴാക്കുന്ന ചില ആളുകൾ മുസ്ലിം സമുദായത്തിൽ, മുസ്ലിം നാമധാരികളിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനോടുള്ള ദൈവശിക്ഷ എന്ന നിലക്കാണ് പല പണ്ഡിതന്മാരും പോർച്ചുഗീസ് അധിനിവേശത്തെ വിലയിരുത്തിയത് എന്നുള്ളതാണ്. പോർച്ചുഗീസുകാർ അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ മുസ്ലിങ്ങളെ മർദ്ദിക്കുകയും വളരെ മോശമായ രീതിയിൽ മുസ്ലിങ്ങളെ അപമാനിക്കുകയും ചെയ്തതാണ് ചരിത്രം. അതുകൊണ്ട് എത്രമാത്രം പ്രകോപനങ്ങളും ദുരാരോപണങ്ങളും ഉണ്ടായാലും സ്വബറിന്റെ മാത്രമല്ല തഖ്വയുടെയും നിലപാടിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവണം. ഇതാണ് ഒന്നാമത്തെ നിലപാട്, തഖ്വയുടെയും സ്വബറിന്റെയും നിലപാട്. അത് കൈവിടാതെ മുന്നോട്ട് പോവുക. രണ്ടാമതായി പറയാനുള്ളത്, സാഹോദര്യം തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ചില ആളുകളാണ് നടത്തുന്നത് പറഞ്ഞല്ലോ. സാഹോദര്യം തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമ്പോ സാഹോദര്യത്തിന് കരുത്ത് പകരാനും ആ സാഹോദര്യത്തെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. വിദ്വേഷ പ്രസംഗകർ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ അകറ്റുമ്പോൾ ജനങ്ങളെ വാക്കുകൾ കൊണ്ട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമുക്കതിന് കഴിയും. കാരണം സാഹോദര്യത്തിന്റെ ഒരു തൗഹീദി ദർശനമാണ് നമ്മുടെ കരങ്ങളിലുള്ളത്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളാണെന്ന് പറയുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹോദരി സഹോദരന്മാരാണ് എന്നതാണ് അതിന്റെ ഭാഷ്യം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, മനുഷ്യരെ നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്ന് ചോദിക്കുന്നത്, എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരോടുമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും, നിങ്ങൾ വ്യത്യസ്ത ജാതി സമുദായങ്ങളിലൊക്കെ പെട്ടവരാകും, പക്ഷേ നിങ്ങളെല്ലാവരും മാനവികമായിട്ട് സഹോദരന്മാരാണെന്ന് വലിയ ആശയം ഖുർആൻ മുന്നോട്ട് വെക്കുകയാണ്. എല്ലാവരും സഹോദരീ സഹോദരന്മാരാണെന്നുള്ള ആശയം. സഹോദരീ സഹോദരന്മാരെന്ന തലത്തിൽ പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. വലഖദ് കറംനാ ബനീ ആദം,
ആദം സന്തതികളെ നിശ്ചയം നാം ആദരിച്ചിരിക്കുന്നു. സഹോദരീ സഹോദരന്മാരാണ്. നമ്മളിവിടെ പള്ളിയിലിരിക്കുന്ന വിശ്വാസികൾ മാത്രമല്ല, തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളും, തൊട്ടടുത്തുള്ള ചർച്ചിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളും എല്ലാവരും സഹോദരീ സഹോദരന്മാരാണെന്നുള്ള ചിന്ത, ആ ചിന്തയിലേക്ക് ഒന്നാമതായിട്ട് വരാൻ നമുക്ക് സാധിക്കണം. ആരെങ്കിലും എന്തെങ്കിലും വിദ്വേഷം പരത്തുന്നു എന്ന് കരുതി, ഏതെങ്കിലും അർത്ഥത്തിലുള്ള വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്നു എന്ന് കരുതി ഈ സാഹോദര്യത്തിന് കോട്ടം തട്ടുന്ന ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തർക്കും സാധ്യമാവണം. ഒരിക്കൽ ഒരു ഗുരു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നേരം പുലരുന്നുവെന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? ശിഷ്യന്മാര് പറഞ്ഞു, കിഴക്കൻ ചക്രവാളത്തിൽ പ്രകാശം പരന്നു മുന്നിലുള്ള സാധനങ്ങളെല്ലാം കാണാൻ കഴിയുമ്പോഴാണ് ഗുരു നേരം വെളുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുക. ഗുരു അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റി. മുന്നിൽ നിൽക്കുന്നവൻ തൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾക്ക് നേരം വെളുക്കുന്നത്, നേരം പുലരുന്നത്. അവർക്കാണ് നേരം പുലർന്നിട്ടുള്ളത്. ആ ഒരു തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. ഇന്നും മതത്തിന്റെയും ജാതിയുടെയും കക്ഷി രാഷ്ട്രീയത്തിന്റെയും പേരിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നവർ, അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഈ തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് നേടിയവരും ഈ തിരിച്ചറിവിന്റെ പ്രചാരകരും പ്രബോധകരുമായി നമ്മൾ മാറണം എന്നുള്ളതാണ്. ലോകപ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന ടോൾസ്റ്റോയ്, അദ്ദേഹം വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇങ്ങനെ പുറപ്പെട്ടപ്പോ വഴിയിലൊരു യാചകൻ എങ്ങനെ ഇരിക്കുകയാണ്. വല്ലതും തരണേ എന്ന് യാചകൻ എങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ടോൾസ്റ്റോയ്ക്ക് അയാളോട് വലിയ സഹതാപം തോന്നി. അതിനാൽ എന്തെങ്കിലും സഹായിക്കാമെന്ന് കരുതി തൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ അദ്ദേഹം കൈയിട്ടു. അപ്പോഴാണ് പോക്കറ്റിൽ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ബോധ്യമായത്. അദ്ദേഹം പറഞ്ഞു, സഹോദര, സഹായിക്കണമെന്നുണ്ടായിരുന്നു, ക്ഷമിക്കണം, എൻ്റെ കൈവശം ഒന്നുമില്ലല്ലോ. അത് മതി, മറ്റാരും തരാത്തത് നിങ്ങൾ തന്നിരിക്കുന്നു. അത്ഭുതത്തോടെ ടോൾസ്റ്റോയ് ചോദിച്ചു, ഞാൻ ഒന്നും തന്നില്ലല്ലോ നിങ്ങൾക്ക്. അല്ല, താങ്കൾ എന്നെ സഹോദര എന്ന് വിളിച്ചിരിക്കുന്നു, എനിക്കത് മതി. എനിക്ക് നിങ്ങൾ തരുന്ന പണത്തെക്കാളും നിങ്ങൾ തരുന്ന മറ്റുള്ള സഹായങ്ങളെക്കാളും എല്ലാം എന്നെ ആകർഷിക്കുന്നതും എനിക്ക് ആവശ്യമുള്ളതും സഹോദര എന്നുള്ള ആ വിളിയാണ്. സഹോദരങ്ങളെ, സഹോദര സഹോദരി എന്നുള്ള ആ വിളിയുണ്ടല്ലോ, അത് തുല്യതയില്ലാത്ത നിധിയാണ്. പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടതായ, അതല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ജനസമൂഹങ്ങൾക്ക്, മാർജിനൈസ് ചെയ്യപ്പെടുന്ന ജനസമൂഹങ്ങൾക്ക് അവരെ സഹോദര എന്ന് വിളിച്ചാൽ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. അത് തന്നെയാണ് നാം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത്. അത് അത്രമേൽ ഹൃദ്യമാണ് ആ വിളി. സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് അകറ്റപ്പെട്ടവർക്ക് പ്രത്യേകിച്ചും ആ വിളി, സഹോദര എന്നുള്ള വിളി, അങ്ങേയറ്റം ആസ്വാദ്യകരമാണ്. ഈ സാഹോദര്യം ലോകത്ത് ഏറ്റവും അധികം വിളംബരം ചെയ്യാൻ ബാധ്യസ്ഥരായ ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. ഈ സാഹോദര്യം എന്ന ആശയം ലോകത്ത് ഏറ്റവും അധികം ഉയർത്തിക്കാട്ടുന്ന മതമാണ് നമ്മുടെ കൈവശമുള്ളത്. സഹോദരങ്ങളെ, നിങ്ങളൊരു പ്രസ്ഥാനത്തെ, ഒരു കൂട്ടായ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, സഹോദര സംഘം. സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ശിഷ്യൻ തുടങ്ങിയതാണ്. അദ്ദേഹം യുക്തിവാദിയാണെന്നെല്ലാം കേൾക്കുന്നു, ആയിരുന്നു എന്ന്. പക്ഷെ എന്നാൽ പോലും ശ്രീനാരായണ ഗുരുദർശനങ്ങളിലൊക്കെ ഏറെ അട്രാക്ഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവിന്റെ വലിയ ശിഷ്യനായിരുന്നു എന്നതോടൊപ്പം ഇസ്ലാമിനോടും വല്ലാത്ത ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ഈ മാനവിക സാഹോദര്യ കാഴ്ചപ്പാട് കൂടിയാണ് ഗുരുദർശനങ്ങളെ പോലെ തന്നെ ഈ സഹോദര സംഘം എന്ന് പറയുന്ന ഈ കൂട്ടായ്മയെ രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ബയോഗ്രഫി വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത ആദരവും സ്നേഹവും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ആദരവും അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സ്വന്തം മകൾക്ക് ആയിഷ എന്ന പേര് ലഭിച്ചത്. പ്രവാചക പത്നി
ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരാണ് ഈ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ പരിഷ്കർത്താവ് സ്വന്തം മകൾക്ക് നൽകിയത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. സഹോദര എന്നുള്ള വിളി, സഹോദരി സഹോദരന്മാരാണ് എല്ലാവരും എന്നുള്ള കാഴ്ചപ്പാട്, അത് ലോകത്ത് ഒരുപാട് ചിന്തകന്മാരും ഒരുപാട് ആത്മീയ ധാരകളും അത് വെച്ചു പുലർത്തുന്നു. പക്ഷേ അത് ഏറ്റവും പ്രകാശിതമായ അവസ്ഥയിൽ നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ വിളി ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്ന വിളിയാണ്. സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം ഏറ്റവും അധികം പ്രസിദ്ധമായത് സഹോദരീ സഹോദരന്മാരെ എന്നുള്ള വിളി കൊണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ സാഹോദര്യത്തെ ഏറ്റവും അധികം പ്രകാശിപ്പിച്ചിട്ടുള്ളത് നാം സൂചിപ്പിച്ചതുപോലെ തൗഹീദാണ്. എല്ലാവരും ഏകനായ അള്ളാഹുവിന്റെ അടിമകൾ. ഒരു ഗോത്രത്തിനും ഒരു കുലത്തിനും പ്രത്യേകമായിട്ടുള്ള ദൈവമില്ല, കുലദൈവങ്ങൾ എന്ന കാഴ്ചപ്പാടില്ല. അതല്ലെങ്കിൽ ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. അവരിൽ ചിലര് തലയിൽ നിന്നും, ചിലരെ ഉടലിൽ നിന്നും, ചിലരെ കാലിൽ നിന്നും, അങ്ങനെ അവയവങ്ങളുടെ മഹത്വം അനുസരിച്ച് മനുഷ്യന്റെ മഹത്വവും ഉയർന്നും താഴ്ന്നുമിരിക്കും. ഈ കാഴ്ചപ്പാടിനെ ഒന്നും ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടില്ല. മറിച്ച് എല്ലാവരും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ സൃഷ്ടികളും അവന്റെ ദാസന്മാരും. ഇതാണ് തൗഹീദ്. ആ തൗഹീദിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെടുന്ന മാനവികതയാണ്, ആ മാനവികതയിൽ നിന്ന് രൂപപ്പെടുന്ന സാഹോദര്യമാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ മാനവികതയുടെയും ആ സാഹോദര്യത്തിന്റെയും കാവൽക്കാരായിട്ട് മാറാൻ എന്നെന്നും വിശ്വാസി സമൂഹത്തിന് സാധ്യമാവണം. ഇതാണ് രണ്ടാമതായി ഇത്തരം ഘട്ടങ്ങളിൽ നാം ജാഗ്രതയോടുകൂടി പാലിക്കേണ്ടുന്ന നിലപാടെന്ന് പറയുന്നത്. മൂന്നാമതായി സൂചിപ്പിക്കാനുള്ളത് നാം കൂടുതൽ ഹൃദയവിശാലതയുള്ളവരായി മാറുക എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ സഹോദരി സഹോദരന്മാരായി കാണാനും സഹോദര എന്ന് വിളിക്കുക മാത്രമല്ല, സഹോദര തുല്യം പെരുമാറാനും സഹോദരനായി മനസ്സിലാക്കാനും സാധിക്കണമെങ്കിൽ ഹൃദയം കൂടുതൽ, മനസ്സ് കൂടുതൽ വിശാലമാവണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാം ഹൃദയവിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരും, മിക്ക പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ ഹൃദയവിശാലതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് കാണാവുന്നതാണ്. നമ്മളെപ്പോഴും ഖുത്ബയുടെ പ്രാരംഭത്തിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആ പ്രാർത്ഥന എവിടെ നിന്ന് ലഭിച്ചതാ? അത് മൂസാ അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയാണ്. മൂസാ അലൈഹിസ്സലാമയോട് അള്ളാഹു ധിക്കാരിയായ അക്രമിയായ ഫറവോന്റെ അടുക്കലേക്ക് പോവാൻ പറയുന്നുണ്ട്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ. നീ ഫിർഔന്റെ അടുക്കൽ പോകണം, താങ്കൾ ഫിർഔന്റെ അടുക്കൽ പോകണം. അള്ളാഹു പറയാൻ, നിശ്ചയം ഫിർഔൻ അതിക്രമകാരിയായിരിക്കുന്നു. അക്രമിയായ സ്വേച്ഛാധിപതിയായ ഫിർഔന്റെ അടുക്കലേക്ക് ദീനിന്റെ പ്രബോധനവുമായിട്ട് താങ്കൾ പോകണം. ഈ ഘട്ടത്തിൽ ഫിർഔന് ഹൃദയവിശാലത ഉണ്ടാക്കണമേ പടച്ചോനെ എന്നല്ലേ മൂസാ നബി പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ മൂസാ നബി ഫിർഔന് ഹൃദയവിശാലത ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. മൂസാ നബി പ്രാർത്ഥിക്കുന്നത് അലൈഹിസ്സലാം തനിക്ക് ഹൃദയവിശാലത ഉണ്ടാവാൻ വേണ്ടിയാണ്. ആ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഖുർആൻ പറയാണ്, ഖാല റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാഥാ, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ, എന്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കണമേ, എന്റെ നാവിന്റെ കെട്ടുകൾ നീ അഴിക്കണമേ. നാഥ, ജനങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാനുള്ള ശേഷി എനിക്ക് നൽകണമേ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാൻ ഒന്നാമത്തെ പ്രാർത്ഥന എന്താണ്? റബ്ബി ഇശ്റഹ് ലി സ്വദ്രി, നാഥാ എനിക്ക് ഹൃദയവിശാലത നൽകണമേ. ഹൃദയവിശാലതയാണ് മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാവേണ്ടത്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ആ ഹൃദയവിശാലതയാണ് പ്രവാചകന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഖുർആൻ പറയുന്നത്. അലം നശ്റഹ് ലക സ്വദ്റക്. ഒന്നാമത്തെ അനുഗ്രഹം എന്താ? അലം നശ്റഹ് ലക സ്വദ്റക്. പ്രവാചകരെ, നിങ്ങൾക്ക് നാം ഹൃദയവിശാലത നൽകിയില്ലേ? വല്ലാത്ത ഹൃദയവിശാലതയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. മിക്ക ആളുകൾക്കും റസൂലുള്ള മാപ്പ് കൊടുത്തു. മക്കാ വിജയ ഘട്ടത്തിൽ ചരിത്രം നമുക്കറിയാം. പ്രവാചകന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുകയാണ്. പ്രവാചകനെ മക്കയിൽ നിന്ന് ആട്ടിയോടിച്ച ആളുകൾ, പ്രവാചകന്റെ ശിഷ്യന്മാർ അങ്ങേയറ്റം വലിയ ദേഹോപദ്രവങ്ങൾ ഏൽപ്പിച്ച ആളുകൾ നിരായുധരായി പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുമ്പോ പ്രവാചകന്റെ ഒരൊറ്റ ഉത്തരവ് മതി, അവരുടെ മുഴുവൻ ശിരസ്സുകൾ ഭൂമിയിൽ വീഴും. പക്ഷേ പ്രവാചകൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്?
നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവര് പറഞ്ഞു, മുഹമ്മദേ, താങ്കൾ വിശ്വസ്തനായ ഞങ്ങളുടെ സഹോദരന്റെ പുത്രനാണ്. താങ്കൾ വിശ്വസ്തനായ ഞങ്ങളുടെ സഹോദരന്റെ പുത്രനുമാണ്. വിട്ടുവീഴ്ച നൽകണം എന്നൊന്നും പറഞ്ഞില്ല. കാരണം അതൊന്നും പറയാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം അൻതുമുത് തുലഖാ, നിങ്ങൾ സ്വതന്ത്രനാണ്, എന്നേക്ക് ശേഷം നിങ്ങളോട് പ്രതികാരമില്ല. അതാണ് പ്രവാചകൻ. ഹൃദയവിശാലതയാണ്, മനസ്സിന് വിശാലതയുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ പറയാനും ആ ഒരു നിലപാടൊക്കെ സ്വീകരിക്കാനും സാധിക്കുന്നത്. മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നൊരു മനുഷ്യൻ ശ്രീബുദ്ധന്റെ അടുക്കൽ വന്നുവന്ന തന്റെ പ്രയാസങ്ങളെല്ലാം അദ്ദേഹം ബുദ്ധനോട് വിവരിക്കുന്നുണ്ട്. ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുന്നു, ആളുകൾ എന്നെ പ്രയാസപ്പെടുത്തുന്നു, എന്നെ പരിഹസിക്കുന്നു, എനിക്ക് ഒട്ടും മനസ്സമാധാനം ലഭിക്കുന്നില്ല. എല്ലാം കേട്ട ബുദ്ധൻ അദ്ദേഹത്തോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല, ഒരു പൊതി ഉപ്പും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുവെന്ന അയാൾ കൊണ്ടുവന്ന ഉപ്പിന്റെ പാതിയെടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി അത് അയാളുടെ നേരെ നീട്ടി കുടിക്കാൻ ആവശ്യപ്പെട്ടു ബുദ്ധൻ. ഇത്തിരി വെള്ളം വായിലൊഴിച്ചെങ്കിലും കുടിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഉപ്പ് രസം കൊണ്ട്, അതിന്റെ ചവർപ്പ് കൊണ്ട് അത് കുടിക്കാൻ കഴിയുന്നില്ല. തുടർന്ന് ബുദ്ധൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് നേരത്തെ ചേർത്ത ഉപ്പിന്റെ പകുതിയെ നേരത്തെ ചേർത്തിട്ടുള്ളൂ. ഒരു ഗ്ലാസ്സിൽ ഉപ്പിന്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ, പകുതി അവിടെ ബാക്കിയിരിപ്പുണ്ട്. ആ പകുതി എടുത്തുകൊണ്ട് ആ വലിയ ബക്കറ്റ് വെള്ളത്തിൽ ചേർക്കുകയാണ്. എന്നിട്ട് ബുദ്ധൻ പറഞ്ഞു, ഇനിയൊന്ന് കുടിച്ചു നോക്ക്. അദ്ദേഹം 1, 2, 3 ഗ്ലാസുകൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതൊരു ചവർപ്പായി തോന്നുന്നില്ല, അദ്ദേഹത്തിന് അതൊരു പ്രയാസമായി തോന്നുന്നില്ല. 2 പാത്രത്തിലും കലക്കിയത് തുല്യമായ ഉപ്പാണ്. ആര് പറഞ്ഞു? ബുദ്ധൻ പറയാൻ. 2 പാത്രത്തിലും തുല്യമായ ഉപ്പാണ് കലക്കിയിരുന്നത്. എന്നാൽ വ്യത്യാസം വന്നത് വെള്ളത്തിന്റെ അളവിലാണ്. അതുപോലെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സ് വിശാലമാവുമ്പോൾ ഉപദ്രവങ്ങളൊക്കെ, പ്രയാസപ്പെടുത്തുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോഴും ക്ഷമിക്കാനും സഹിക്കാനും കഴിയും എന്നുള്ളതാണ്. ഈ പറഞ്ഞ ആളുകൾ അവരെ എല്ലാ അർത്ഥത്തിലും അവര് പറഞ്ഞത് അവര് നിരപരാധിയാന്നല്ല പറഞ്ഞത്. പക്ഷേ മറ്റുള്ള എല്ലാ സഹോദര സമുദായങ്ങളോടും ആ സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകാനുള്ള മനസ്സ്, ആ വിശാലമായ മനസ്സുണ്ടല്ലോ, അത് പറഞ്ഞൊരു വ്യക്തി മാത്രമാണ്. പക്ഷെ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവരോ അതിനെ പിന്തുണക്കുന്നവരോ അല്ല ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരും ക്രൈസ്തവരും ആയ ആളുകൾ, നമ്മുടെ സഹോദര സമുദായങ്ങൾ എന്ന് പറയുന്നത്. അത് ഈഴവരാവട്ടെ, അത് ഏത് വിഭാഗമാവട്ടെ, അവരെല്ലാം സ്നേഹവും സാഹോദര്യവും പരസ്പരമുള്ള ഗുണകാംക്ഷയും മുറുകെ പിടിക്കുന്ന ആളുകൾ തന്നെയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ആ ഒരു ബോധം എന്നെന്നും നിലനിർത്താൻ ആ ഒരു ബോധം നമുക്കുണ്ട്. പക്ഷെ ആ ഒരു ബോധം നമ്മൾ എന്നെന്നും നിലനിർത്തണം. ആ ബോധം ഉള്ളത് കൊണ്ടാണ് എങ്ങനെയൊക്കെ അസഹിഷ്ണുതാപരമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഉരുളക്കൊപ്പേരി എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവാത്തത്. ഇവിടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെയുണ്ട്. പക്ഷെ അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. കാരണം അതിന് മറുപടി കൊടുക്കുമ്പോൾ അതൊരു പക്ഷേ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ്. വൈകാരികമായിട്ടുള്ള മറുപടികളും പ്രകോപനപരമായ മറുപടികളും നൽകുമ്പോൾ ഉണ്ടാവുന്നത്. പക്ഷേ ക്രിയാത്മകമായ മറുപടികളൊക്കെ ആവശ്യമാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനെല്ലാം ഉപരിയായിട്ട് ഹൃദയത്തിന്റെ വിശാലത എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ വിശാലത, അതല്ലെങ്കിൽ ഹൃദയം വിശാലമായൊരു പാത്രമായിട്ട് മാറുമ്പോൾ ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രയാസകരമായ പ്രകോപനപരമായ വാക്കുകളുമൊക്കെ ഉണ്ടാകുമ്പോഴും മനുഷ്യന്റെ ഹൃദയം വിശാലമാവുന്നു എന്നുള്ളതാണ്. ആ ഹൃദയ വിശാലതയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് മുൻഗാമികൾ പ്രാർത്ഥിച്ചത്, പ്രവാചകന്മാരെ പ്രാർത്ഥിച്ചത്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുന്നുണ്ട്, പ്രവാചകരെ, മനസ്സ് വല്ലാണ്ട് പരുക്കനായി പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യംസഹ് റഅസൽ യതീമി വഅത്ഇമിൽ മിസ്കീൻ. നീ 2 കാര്യങ്ങൾ ചെയ്യണം. നീ അനാഥയുടെ തല തലോടണം. ഹൃദയം അങ്ങനെ സങ്കുചിതമായി പരുക്കനായി പോവാൻ പാടില്ല. അത് പരുക്കനായി പോവാതിരിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ നീ ചെയ്യണം. ഒന്ന്, അനാഥയുടെ തല നീ തലോടണം. വഅത്ഇമിൽ മിസ്കീൻ, നീ അഗതിക്ക് ഭക്ഷണം നൽകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കണം.
ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയില്ലാത്ത സംസാരം നീ വർദ്ധിപ്പിക്കരുത്. എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയുള്ള സംസാരം വർദ്ധിപ്പിക്കണം. ഫഇന്ന കസറത്തുൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി ഖസ്വത്തുൽ ഖൽബ്, നിശ്ചയം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയില്ലാത്ത സംസാരങ്ങൾ ഹൃദയത്തെ പരുക്കനാക്കി കളയും. ഹൃദയം കഠിനമാവും, പരുക്കനാവും. അങ്ങനെ പരുക്കനാവാൻ പാടില്ല. കാരണം വഇന്ന അബഅദന്നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി, അള്ളാഹുവിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്നത് ഹൃദയം പരുക്കരായിട്ടുള്ള ആളുകളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, എല്ലാ ഘട്ടത്തിലും ജനങ്ങളിലേക്ക് സാഹോദര്യ ബോധത്തോടുകൂടി, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായ സാഹോദര്യ ബോധത്തോടുകൂടി ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധ്യമാവണമെങ്കിൽ ഈ ഹൃദയ വിശാലത എപ്പോഴും നിലനിർത്താൻ കഴിയണം. ഇതാണ് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത്. നാലാമതായിട്ട് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് പ്രധാനം എന്ന് പറയുന്നത്. ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് പലപ്പോഴും അസഹിഷ്ണുതാപരമായിട്ടുള്ള പ്രസ്താവനകൾ, വിദ്വേഷ പ്രസംഗങ്ങൾ ഉയർന്നു വരുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത്തരക്കാർക്ക് അവരാവർത്തിച്ചുകൊണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും സ്വീകരണങ്ങൾ അടക്കം ഒരുക്കുന്നതിൽ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളുമൊക്കെ അതിൽ പങ്കെടുത്തുകൊണ്ട് അവരെ പുകഴ്ത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നു. അതൊക്കെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള, വളരെ സങ്കടകരമായ സാഹചര്യമാണ്. എന്നാൽ എല്ലാത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കുമെതിരെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയപ്പെടാതെ ശക്തമായ ഭരണകൂട നടപടികൾ ഉണ്ടായാൽ അതൊക്കെ ഒരു നിയന്ത്രണത്തിലാവും എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഭരണകൂടത്തിന് വലിയ ബാധ്യതയും വലിയ ഉത്തരവാദിത്വവും ഉണ്ടിവിടെ. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഈ വിദ്വേഷ പ്രസംഗങ്ങളിൽ കടന്നു വരുന്നു. ഈബൽസിയൻ തിയറി എന്ന് പറഞ്ഞാൽ ഒരു നുണ 100 തവണ പറഞ്ഞാൽ അത് സത്യമായി മാറും എന്നുള്ളതാണ്. ആവർത്തിച്ച് കളവ് പറഞ്ഞ് സത്യമാക്കാനുള്ള ശ്രമങ്ങളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകും. ഇത്തരം പ്രചാരണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് ജനങ്ങളെ ലളിതമായി ബോധ്യപ്പെടുത്തുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഭരണകൂടത്തിനും ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ സാധാരണ നമ്മെപ്പോലുള്ള ആളുകൾക്കും വസ്തുത എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് വൈകാരികമായിട്ട് പറയുക എന്നുള്ളതല്ല, പക്ഷേ യുക്തിദീക്ഷയോടെ ലളിതമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അത് ഉത്തരവാദിത്തമാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന, നിന്റെ രക്ഷിതാവിന്റെ വഴിയിലേക്ക് യുക്തിദീക്ഷയോടെ നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ നീ ക്ഷണിക്കണം. വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ട് അവരോട് നീ സംവദിക്കണം. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഭാഷയിലല്ല, സ്നേഹത്തിന്റെയും പരസ്പരമുള്ള സഹകരണത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭാഷണം നടത്തിക്കൊണ്ട് അവരോട് നീ സംവദിക്കണമെന്ന് ഖുർആൻ പറയാൻ. മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ വലിയ മതപണ്ഡിതന്മാർക്ക് മാത്രമല്ല ഉത്തരവാദിത്തമുള്ളത്, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. സാധാരണക്കാർക്ക് അവരുടേതായ തലത്തിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം സാധാരണക്കാരൊക്കെ ചേർന്നുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തിയതും ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചതും ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചതുമെല്ലാം പണ്ഡിതന്മാരെ മാത്രമല്ല. കാരണം അത് വാക്കുകൊണ്ടുള്ള പ്രബോധനം മാത്രമായിരുന്നില്ല, അത് കർമ്മം കൊണ്ടുള്ള, ജീവിതം കൊണ്ടുള്ള പ്രബോധനമായിരുന്നു. വാക്കുകൊണ്ടും സാധാരണ ജനങ്ങളെ പ്രബോധനം ചെയ്തു. നമുക്കറിയാം, ചരിത്രത്തിൽ കാണാം, മംഗോളിയൻ ഭരണാധികാരിയായിരുന്ന ബറാഖ ഖാൻ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹം ബുഖാറയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കണ്ട 2-3 കച്ചവടക്കാരുടെ ഉപദേശം കേട്ടാണ് മംഗോളിയൻ ഭരണാധികാരിയായിരുന്ന ബറാഖ ഖാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും നല്ല ജീവിതം ആളുകൾക്ക് അത് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് മാതൃകയാണ്, അത് ഇസ്ലാമിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുമ്പോൾ സഹോദരങ്ങളെ, അവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അവിടെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുക. CR ദാസ് എന്ന് പറയുന്ന വലിയ കോൺഗ്രസ് നേതാവായിരുന്നു, ചരിത്രത്തിൽ കഴിഞ്ഞുപോയ വലിയ കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ച് നല്ല ധാരണകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇസ്ലാമിനോടുള്ള അനുഭാവപൂർണമായ സമീപനം അദ്ദേഹത്തിന് സ്വീകരിക്കാൻ സാധിച്ചത് അല്ലാമ ഇഖ്ബാൽ എന്ന് പറയുന്ന ഉറുദുവിലെ അതല്ലെങ്കിൽ ഇസ്ലാമിലെ രാജ്യത്തിന്റെ മഹാകവിയായ അല്ലാമ ഇഖ്ബാലിനോടുള്ള സൗഹൃദം കൊണ്ടാണ്.
CR ദാസ് എന്ന് പറയുന്ന ആ ഒരു കോൺഗ്രസ് നേതാവിന് ഇസ്ലാമിനോട് അനുഭാവപൂർണമായിട്ടുള്ള സമീപനമുണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് വലിയ വലിയ ആളുകൾ, ഇനി സാധാരണക്കാരായ ആളുകൾ, ഇടയന്മാരായ ആളുകൾ, അവർ ഇസ്ലാമിന്റെ വലിയ മാതൃകകൾ കാഴ്ചവെച്ചപ്പോ വലിയ ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ നടത്തിയ വലിയൊരു പണ്ഡിതനായിരുന്നു, ഗ്രന്ഥകാരനായിരുന്നു മുഹമ്മദ് മാർമഡിയൂക്ക് പിക്താൾ. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് മുസ്ലിമായ ഒരു ഇടയബാലന്റെ ജീവിതം കണ്ടാണ്. ഒരു ഇടയബാലന്റെ ജീവിതം കണ്ടാണ് ഇസ്ലാമിന് അദ്ദേഹം പരിചയപ്പെടുന്നത്, അതല്ലെങ്കിൽ ഇസ്ലാമിന് അദ്ദേഹം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ദീനിന്റെ നന്മയുടെ പ്രചാരകരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അഞ്ചാമതായി പറയാനുള്ളത്, ഈ കാലത്ത് ജീവിക്കുന്ന പല വിശ്വാസി സമൂഹങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നതൊക്കെ ചെറിയ പരീക്ഷണങ്ങളാണ്. അതിന് പരീക്ഷണങ്ങൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, മറ്റേതിനെ താരതമ്യം ചെയ്യുമ്പോൾ പരീക്ഷണങ്ങൾ എന്ന് പോലും പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഫലസ്തീനുണ്ട്. എപ്പോഴും നമ്മൾ ഫലസ്തീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പട്ടിണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ പട്ടിണിയും പട്ടിണി മരണവും അതാണ് ഇന്നത്തെ ഫലസ്തീൻ എന്ന് പറയുന്നത്. ലതുബലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും എന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങളെ പരീക്ഷിക്കും. ആ പരീക്ഷണം അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശപ്പിന്റെ പരീക്ഷണം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. നിശ്ചയം നാം നിങ്ങളെ ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണമാണ് അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം. ഈജിപ്തിലെ നല്ലവരായ ചില സഹോദരന്മാര് അവരെ വാട്ടർ കുപ്പിയിൽ ഭക്ഷണം നിറച്ചുകൊണ്ട് കടലിലേക്ക് എറിയുന്ന ചിത്രം നിങ്ങൾ കണ്ടോ? വാട്ടർ കുപ്പിയിൽ ഭക്ഷണം നിറച്ച് കടലിലേക്ക് എറിയാൻ. ഫലസ്തീൻ മക്കൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്. അത്രമാത്രം വലിയ പട്ടിണിയാ ജനത അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പലസ്തീനിലെ ഒരു പള്ളി മെമ്പറിൽ നിന്നുകൊണ്ട് ഒരു ഇമാം ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് വിശപ്പാണ്, എനിക്ക് പറയാൻ കഴിയുന്നില്ല. വിശന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല, വിശക്കുന്ന നിങ്ങൾക്ക് കേൾക്കാനും കഴിയുന്നില്ല, അതുകൊണ്ട് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഖുത്ബ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. അതിന് മാത്രം പട്ടിണി അഭിമുഖീകരിച്ചുകൊണ്ട്, പട്ടിണി മരണങ്ങൾ അഭിമുഖീകരിച്ച്, പട്ടിണി മരണങ്ങൾ എന്ന് പറഞ്ഞുകൂടാ, പട്ടിണി കൊലപാതകങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഉത്തരവാദി ഇസ്രയേലും അമേരിക്കയുമാണെങ്കിൽ നിശബ്ദമായ ലോകം മുഴുവൻ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിയാണ്. മൗനം പാലിക്കുന്ന ലോകം മുഴുവൻ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിയാണ്. പട്ടിണി മരണങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുന്ന ഘട്ടം. സഹോദരങ്ങളെ, ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളുടെ പട്ടിണി അള്ളാഹു പരിഹരിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഫലസ്തീനിലെ കുഞ്ഞു മക്കൾക്ക് അപ്പം നൽകി, അന്നം നൽകി, അഭയം നൽകി. അള്ളാഹു തആല അവർക്ക് വെളിച്ചം നൽകി. പടച്ചവനെ, നീ അവരെ സഹായിക്കണമേ റബ്ബ്. നാഥാ, നീ അവരെ രക്ഷിക്കണമേ റബ്ബേ. സഹോദരങ്ങളെ, ഇത്തരം ജനതകളെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന് കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ലയൻ ശകർതും ലഅസീദന്നകും വലയൻ കഫർതും മിൻ അദാബി ലശദീദ്. നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് കൂടുതൽ നൽകും. നിങ്ങൾ നന്ദികേട് കാണിച്ചാലോ നിശ്ചയം എന്റെ ശിക്ഷ അതികഠിന കഠോരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, നമുക്ക് ചുരുക്കാം. വിദ്വേഷം പ്രസംഗിക്കുന്ന ആളുകളുടെ, അതല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗങ്ങളുടെ വാർത്തകൾ കേൾക്കുന്ന ഈ ഘട്ടത്തിൽ 5 ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒന്നാമത്തെ ഉത്തരവാദിത്തം ക്ഷമയും തഖ്വയും കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഉത്തരവാദിത്തം സാഹോദര്യം തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമ്പോൾ സാഹോദര്യത്തിന് കരുത്ത് നൽകുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഹൃദയവിശാലത ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. 4 വിദ്വേഷ പ്രചാരകരുടെ കള്ളങ്ങളെ തിരുത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയപ്പെടാതെ ഭരണകൂടങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. 5 നമ്മൾ അഭിമുഖീകരിക്കുന്നതല്ല വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് തിരിച്ചറിയുക. പട്ടിണി മരണങ്ങൾ ഫലസ്തീനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഐക്യദാർഢ്യപ്പെടുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.